നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ വിഭവ സമൃദ്ധമായ ഒരു സദ്യ തന്നെ ഉണ്ണാം. അമ്മിണിക്കുട്ടിയും ശശിയും. ഈ അമ്മിണിക്കുട്ടിയെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? വലിയ ചാനലാണ്, ഏകദേശം 5.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ വീഡിയോ റീച്ച് ആവണമെങ്കിൽ KV സുഭാഷ് തന്ത്രി ഗുരുനാഥൻ്റെ മുഖം കൂടി വെച്ചാലേ അമ്മിണിക്കുട്ടിയുടെ വീഡിയോ റീച്ച് ആവുകയുള്ളൂ. എന്നിട്ട് പറയുന്നത് എന്താണ്? ഈ കുതന്ത്രിക്ക് റീച്ച് ആവാൻ വേണ്ടി ലോക ഗുരുവായിരിക്കുന്ന നാരായണ ഗുരുവിനെ ഞാൻ കളിയാക്കി പുച്ഛിച്ചു. ഞാനിവിടെ നാരായണ ഗുരുവിനെ പുച്ഛിച്ചില്ല. അത് കയ്യിൽ നിന്നും എടുത്തു വയ്ക്കുന്ന അമ്മിണിക്കുട്ടിയും കൂടെ വന്ന് കൊഞ്ചുന്ന ഭ്രാന്തൻ്റെ മുഖമുള്ള ശശിയും മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. കാരണം എന്നെ പറയുന്നത് ഭ്രാന്തൻ്റെ ജൽപ്പനം എന്ന് പറയുന്നത് വലിയ അറിവിൻ്റെ നിറകുടം എന്ന് പറയുന്നത്. ലോകം മുഴുവൻ കറങ്ങി നടന്ന് ഒരു ഗതിയും പരഗതിയില്ല. അങ്ങനെ അമ്മിണിക്കുട്ടിയുടെ കൂടെ ഇരുന്നു കൊണ്ട് ആരെങ്കിലുമൊക്കെ തെറി വിളിച്ച് എന്തെങ്കിലും എച്ചിൽ കഷ്ണം കിട്ടിയാൽ നക്കാം. ഇതാണ് ശശി. കഷ്ടം. എൻ്റെ അടുത്തൊക്കെ സാധാരണ ഈ ആവാഹന പൂജ, സ്പീഡ് പൂജ ഉണ്ടല്ലോ, 4 ലക്ഷം അടിച്ച് ഒറ്റയ്ക്ക് ചക്രവർത്തി യോഗ പദവിയിലിരുന്ന് പൂജ ചെയ്യാട്ടോ. മറിച്ച് 12 പാർട്ടിനെ ചെയ്യുമ്പോൾ അത് സർവാണി പൂജയാണ്. കാരണം 12 പാർട്ടിനെ വെച്ച് അതിലൊരു ഗതിയില്ലാത്തവനും ഗതിയുള്ളവരും എല്ലാവരും ഉണ്ടാവും. ഇവിടെ സമത്വമാണ്. ആ സമത്വ പൂജയിൽ പങ്കെടുത്ത് 2 രാത്രിയും 2 പകലും, ചിലപ്പോൾ 3 ദിവസം 3 പകൽ നിന്നാൽ മാത്രമേ തീരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് പൂജ കഴിഞ്ഞ് പോയവർ പിന്നീട് ജീവിതമൊക്കെ നല്ല രീതിയിൽ രക്ഷപ്പെട്ട ഒരു ഈഴവ യുവാവ് എനിക്ക് ബെൻസ് കാർ, അത് 1,08,00,000 രൂപയുടെ. അമ്മിണിക്കുട്ടി പോരുന്നുണ്ടോ? എന്തല്ലേ, വേണമെങ്കിൽ ഞാൻ രക്ഷപ്പെടുത്തരാം. പിന്നെ ശശിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക? ശശിക്കാണെങ്കിൽ ജരാനര ബാധിച്ചു കഴിഞ്ഞു. വേണമെങ്കിൽ ഡൈ അടിച്ചോ, ഞാൻ ഡൈ അടിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ശശിക്ക് വേണമെങ്കിൽ അടിക്കാം. പക്ഷേ എനിക്ക് ശശിയുടെ അത്രയും വെളുത്തിട്ടില്ല. ശശിക്ക് മൊത്തം ഒരു അപ്പാപ്പൻ്റെ സ്റ്റൈലായി. അപ്പോൾ എൻ്റെ അടുത്ത് സാധാരണ ഈ ആവാഹന പൂജയ്ക്ക് വന്നിരിക്കുമ്പോൾ ഞാൻ തന്നെയാണ് ഇവരുടെയൊക്കെ പേരെഴുതുന്നത്. പേര്, നക്ഷത്രം, വീട്ടുപേര്, സ്ഥലമൊക്കെ എഴുതുമ്പോൾ സാധാരണ രീതിയിൽ ശശികുമാർ, അങ്ങനെ ശശിധരൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഉറക്കെ വായിച്ചിട്ട് എഴുതുന്നത്. ശശി എന്ന് പറയുമ്പോൾ തന്നെ കൂടെ ഇരിക്കുന്ന എല്ലാവരും ചിരിക്കും. കാരണം എന്താ, അവർ സിനിമയിൽ നല്ല പേരായിരുന്നു ശശി എന്ന് വെച്ചാൽ ശരിക്കും ചന്ദ്രൻ എന്നാണ് അർത്ഥം. പക്ഷെ ആ സിനിമ ഇറങ്ങിയതോടുകൂടി ശശി എന്ന് കേൾക്കുമ്പോൾ കിളി പോയ ആളെന്നുള്ള ഒരർത്ഥമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ശശി പോരെ, ഇങ്ങനെയും മനുഷ്യന്മാരെ കൊണ്ടുവന്ന് വട്ടാക്കരുത്. അറിവിൻ്റെ നിറകൂടം എന്തൊക്കെ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പുള്ളിയുടെ ഒരു വീഡിയോയുടെ കുറച്ച് കേട്ടു, എനിക്ക് സമയമില്ല കേട്ടോ. അതിൽ ശശി പറയുന്നു, കർമ്മദോഷം എന്നാൽ എന്താണ്? ഒരു ചായ എടുത്തു കൊടുക്കുമ്പോൾ അതിന് ടേസ്റ്റ് ശരിയായില്ലെങ്കിൽ, രുചി ശരിയായില്ലെങ്കിൽ അതാണ് കർമ്മദോഷം. കണ്ടോ, എന്തൊക്കെ അറിവുകളാണെന്ന് ആലോചിച്ച് നോക്കണേ. ഭയങ്കര പാണ്ഡിത്യമാണ്. ചിന്തിക്കാനായിട്ട് യാതൊരു ബോധവുമില്ല. ഞാൻ എപ്പോഴും പറയും നാരായണ ഗുരു എന്ന് തന്നെയാണ്. മറിച്ച് നിങ്ങൾ നാരായണ ഗുരുദേവൻ എന്ന് വിളിക്കുമ്പോൾ ഈ ദേവൻ എന്നുള്ള പേര് ആരാണ് ചാർത്തി കൊടുത്തത്? രാജാവാണോ? മന്ത്രിയാണോ? അത് നിങ്ങളാണോ? എന്നെ ആളുകൾ ദൈവം എന്നൊക്കെ തന്നെ പറയുന്നത്. ഞാൻ ഒരിക്കൽ പോലും സമ്മതിക്കുന്നില്ല. കാരണം നമ്മുടെ ജ്യോതിഷ രീതി പ്രകാരം മഹർഷിമാർ അവരാണിതെല്ലാം. ഈ ദേവകഥകളും ദേവതാ ചൈതന്യങ്ങളും പുരാണ ഇതിഹാസങ്ങളും മന്ത്രതന്ത്രങ്ങളും എല്ലാം പഠിപ്പിച്ചത് മഹർഷിമാരാണ്. ഈ മഹർഷിമാർ ഒരിക്കൽ പോലും ഒരിടത്ത് പോലും ഒരു മനുഷ്യനെയും ചതിച്ചിട്ടില്ല, പറ്റിച്ചിട്ടില്ല. പിന്നാലെ പിന്തുടർന്നെത്തിയ ബ്രാഹ്മണരാണ് ജാതി തിരിച്ച് മനുഷ്യരെ എല്ലാം പറ്റിച്ചത്. അപ്പം മഹർഷിമാർ ഒരിക്കലും പറ്റിച്ചില്ല. അതുകൊണ്ട് എനിക്ക് ധൈര്യപൂർവ്വം പറയാം, KV സുഭാഷ് തന്ത്രി ഗുരുനാഥൻ എന്ന മഹർഷി ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ഞാൻ മഹർഷിയാൻ വേണ്ടി ജനിച്ച ആളൊന്നുമല്ല കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ കച്ചവടം ചെയ്ത് നടന്ന ആൾ, 31 വർഷം ബിസിനസ് ചെയ്തു. പക്ഷേ എനിക്ക് നിങ്ങളെക്കാൾ, ഈ അമ്മിണിക്കുട്ടിയേക്കാളും ശശിയേക്കാളൊക്കെ നല്ല ബുദ്ധി ഉണ്ടായിരുന്നുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് എന്തോ പ്രശ്നങ്ങൾ എൻ്റെ പിന്നാലെ വട്ടം ചുറ്റിക്കുന്നുണ്ട് എന്ന തോന്നൽ വന്നതുകൊണ്ട് ഞാൻ ജ്യോതിഷത്തിൻ്റെ പിന്നാലെ അലയുകയും അങ്ങനെ 13.5 വർഷം ഒരുപാട് പൈസ വാരി എറിഞ്ഞുകൊണ്ട് ശശി പറയുന്ന പോലെ സ്പീഡ് പൂജ 4 ലക്ഷത്തിനല്ല അന്ന് ചെയ്തേ. ഒരു സ്പീഡും ഉണ്ടായില്ല. അവിടെ ചെന്നിരുന്നു ഒരു കൗപീനധാരി എൻ്റെ ഇത് അന്നത്തെ 2 ഏക്കർ ഭൂമിക്കുള്ള പൈസ വാങ്ങിച്ചെടുത്തു. വെറും 2 മണിക്കൂർ എല്ലാം സ്വാഹ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പുകയായിട്ട് പോയിരുന്നു. എനിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അമ്മിണിക്കുട്ടിക്ക് മറുപടി എന്നത്, അമ്മിണിക്കുട്ടി കരുതും
അമ്മണിക്കുട്ടിയുടെ വീഡിയോയ്ക്ക് റീച്ചാകാൻ വേണ്ടിയിട്ടല്ല. ഇത് കേട്ട് വരുന്ന മഞ്ഞക്കിളികൾ തീർച്ചയായിട്ടും അവരിവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി പ്രണവമല വിട്ട് അവർ പോവില്ല. അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടികൾ എൻ്റെ കൂടെ വരണം. നിങ്ങൾ കരുതും ഈഴവ കുട്ടികൾ, എല്ലാ കുട്ടികളും, കാരണം ഇതൊരു നിയോഗമാണ്. അപ്പോൾ 22 വയസ്സ് മുതൽ ജ്യോതിഷത്തിൻ്റെ പിന്നാലെ ഓടി അന്നത്തെ ആ പൈസയ്ക്ക് ഇന്ന് 2 ഏക്കർ ഭൂമി, നിങ്ങളൊന്നും ആലോചിച്ച് നോക്കിയേ, എത്ര കോടിയുടെ പൂജ ഞാൻ ചെയ്തത്. എനിക്ക് പരാതി വരുമില്ല, അന്നുമില്ല ഇന്നുമില്ല. കാരണം ഒരുപാട് പൈസ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ വന്നതും വെറും കൈയോടുകൂടി പോകുന്നതും വെറും കൈയോടുകൂടി. അത് എൻ്റെ ഭാര്യ മക്കളൊക്കെ അങ്ങനെ തന്നെ പറയുന്നത്. നമുക്ക് ആരുടെയും ഒരു പൈസയും വെറുതെ വേണ്ട. നിങ്ങളുടെ സമുദായ നേതാവ് 4000 രൂപയുടെ ലാംബി സ്കൂട്ടറിൽ നടന്നുകൊണ്ട് ഇന്ന് 3000 കോടി ആസ്തിയുള്ള വലിയ മനുഷ്യനായി. നിങ്ങളുടെ ഈ നാരായണഗുരുവിനെ കുറച്ച് നാൾ കഴിയുമ്പോൾ അതെടുത്ത് മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ഈ സമുദായ നേതാവ് മരിച്ചു കഴിയുമ്പോൾ കണ്ണട എടുത്ത് അങ്ങോട്ട് വയ്ക്കും. പിന്നെ നിവേദ്യം കള്ള് നിവേദ്യമായിട്ട് വയ്ക്കാൻ സാധിക്കും. ആ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അത്രയ്ക്ക് അതപ്പതിച്ചു കഴിഞ്ഞു. വിദ്യ കൊണ്ട് പ്രബുദ്ധരായി കള്ളുകച്ചവടം മാത്രം പഠിച്ചു. മറ്റുള്ളവർ വിദ്യ കൊണ്ട് പ്രബുദ്ധരായി അവർ നല്ല രീതിയിൽ ഈശ്വരൻ്റെ പിന്നാലെ നടന്ന് IAS കാരും IPS കാരും അങ്ങനെ വലിയ വലിയ ഉദ്യോഗ തലങ്ങളിലും മന്ത്രിമാരും അങ്ങനെ വലിയ സെറ്റപ്പിലേക്ക് അവർ വാനോളം ഉയർന്നു പോയപ്പോൾ ഇതിൻ്റെ പിന്നാലെ നടന്ന് മഞ്ഞപ്പിത്തം പിടിച്ച് മൊത്തം മഞ്ഞക്കിളികളായി പോയവർ ഒന്ന് ആലോചിച്ച് നോക്കും. മത്സ്യം മാംസം ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല പറഞ്ഞത്, മത്സ്യ മാംസ മദ്യ മദിരാക്ഷി വർജന. മത്സ്യം കഴിക്കരുത്, മാംസം കഴിക്കരുത്, മദ്യം കഴിക്കരുത്, മദിരാക്ഷി. അമ്മിണിക്കുട്ടി മദിരാക്ഷി എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അമ്മിണിക്കുട്ടി തന്നെ ഒരു മദിരാക്ഷിയാണ്. അപ്പോൾ സ്ത്രീയെ ഉപയോഗിക്കരുത് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് അറിവിൻ്റെ നിറകുടമായ നിങ്ങളുടെ മഹാദൈവം. ഞാൻ മഹാദൈവത്തിൻ്റെ പേരൊക്കെ മാറ്റിയിട്ടോ, മുടക്കി ഭഗവാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതം മുടക്കിയ ഈ ഭഗവാൻ ഇത്രയും പരാക്രമം കാണിച്ചപ്പോൾ നിങ്ങൾ പറയുന്നില്ലേ എനിക്കൊരു വെളിവില്ല, പ്രാന്തനാണ്. ഞാൻ പറഞ്ഞില്ലേ 300 ശ്ലോകങ്ങൾ കീർത്തനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ 100 പാട്ടുകൾ നിനക്ക് പാടാൻ പറ്റുമോ അമ്മണിക്കുട്ടി? ഒരു പാട്ടെങ്കിലും ശ്രുതി തെറ്റാതെ ഈണത്തിൽ പാടാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഈ അടുത്ത് കാഞ്ഞിരപ്പള്ളിയിൽ അവിടെ SNDP ഹാളിൽ നമ്മുടെ പേരമംഗലത്തപ്പൻ്റെ കീർത്തനങ്ങൾ പാടാൻ വേണ്ടി 3 പ്രഗത്ഭന്മാരെ പാടിക്കാൻ കൊണ്ടുവന്നു. ഒരു പാട്ട് പോലും അവർക്ക് അവിടെ പാടി ശ്രുതി തെറ്റാതെ എത്തിക്കാൻ പറ്റില്ല. അവിടെ കൂടിയിരിക്കുന്നവർ മുഴുവൻ മഞ്ഞക്കിളികളാണ്. പക്ഷെ അവരൊക്കെ എൻ്റെ ഫോളോവേഴ്സാണ്. അവർ പറഞ്ഞു ഞങ്ങളുടെ ഗുരുനാഥൻ പാടുന്നതിൻ്റെ 7 ലക്കത്തേക്ക് നിങ്ങളുടെ ശ്രുതി എത്തുന്നില്ല, പറ്റില്ല എന്ന് പറഞ്ഞ് നിർത്തിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം നിങ്ങളുടെ ദൈവത്തിന് ഞാൻ മലത്തടിച്ചില്ലേ? നിങ്ങളുടെ ദൈവത്തിന് പാട്ട് പാടുന്ന കഴിവുണ്ടായില്ലല്ലോ, ഉണ്ടായിരുന്നോ? അപ്പോൾ ദൈവദശകൻ കുമാരനാശാൻ്റെ കൃതിയെന്ന് ഞാൻ എപ്പോഴും പറയും. എല്ലാം തെളിയിക്കാൻ പറ്റുമോ? നമുക്ക് കോടതിയിലേക്ക് പോകാം. കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ കോടതിയിൽ അവിടെ വക്കീലന്മാർ വാദിക്കുമ്പോൾ കുമാരനാശാനും വരും, ഈ നാരായണഗുരുവും വരും. അവർ തമ്മിൽ വാദിക്കട്ടെ, വരുമോ? അപ്പോൾ പിന്നെ എങ്ങനെ തെളിയിക്കും? അനുമാനങ്ങളിലൂടെ, നിഗമനങ്ങളിലൂടെ തെളിയിക്കും. അങ്ങനെ വരുമ്പോൾ കുമാരനാശാൻ്റെ കൃതികളാണ് എല്ലാം ലാളിത്യം, നാരായണഗുരുവിൻ്റെ കൃതികളെല്ലാം കഠിനമാണ്. ആ കഠിനതയിൽ അവിടെ വെച്ച് തിരിച്ചറിയുമ്പോൾ ഇന്ന് നിങ്ങൾ നുണ പറഞ്ഞ് പറ്റിക്കുന്ന ഈ പാവങ്ങളെല്ലാം നേരെ എൻ്റെ പിന്നാലെ വരും. നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ എന്തിനാണ് ഇരുന്ന് വെല്ലുവിളിക്കുന്നത്? ഇത് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ നേതാക്കന്മാരെ SNDP കാരുടെ വലിയ കുണമുള്ള ഒരു തലയോലപ്പറമ്പിലുള്ള യൂണിയൻ്റെ നേതാവ് എന്നെ വിളിച്ച് കുറേ പുലഭ്യം പറയുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ സംസ്കാരം അതല്ലേ? എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം, എൻ്റെ വീടിൻ്റെ ചുറ്റിലുമുള്ളതെല്ലാം ഈഴവരാണ്. തൊട്ടടുത്ത് 16 SNDP ശാഖകളുണ്ട്. ഇവർക്ക് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചുകൂടെ, എടാ മറ്റവനെ പ്രാന്ത, എന്തിനാടാ നീ ഞങ്ങളുടെ ദൈവത്തിന് കുറ്റം പറയുന്നത്? പറ്റൂലേ അമ്മണിക്കുട്ടി? മോനെ ശശി, നിനക്ക് പറ്റൂലേ? നീ എന്താ അതൊന്നും ആലോചിക്കാത്തേ? എടാ ഞാൻ അങ്കമാലിക്കാരനാണ്, നിങ്ങൾക്കറിഞ്ഞൂടെ? ഇവിടെ ഒരുപാട് യൂണിയനും അതേപോലെ തന്നെ ഒരുപാട് ഈ ശാഖകളൊക്കെ ഉണ്ട് SNDPയുടെ. എൻ്റെ വീടിൻ്റെ അയൽവക്കത്ത് നേതാക്കന്മാരുണ്ട്. അവർക്ക് ധൈര്യമായിട്ട് ഒന്ന് ചോദിച്ചുകൂടെ, എടാ സുഭാഷേ നീ എന്താ ഈ പറയുന്നത്, ശരിയാണോ എന്നൊന്ന് ചോദിച്ചുകൂടെ? അതെന്താ ഇവനൊന്നും ധൈര്യമില്ലേ? അപ്പോൾ ഇതെല്ലാം വിളിക്കാൻ വേണ്ടി കണ്ണി കണ്ട അടുപ്പിൽ നിന്നൊക്കെ വിളിക്കണോ എന്നെ? അതിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ ആണുങ്ങളെ കണ്ടിട്ടില്ലേ? അപ്പം നിനക്കൊക്കെ ആണത്തോണ്ടെങ്കിൽ നേരെ വാ ലക്ഷ്മിക്കുട്ടി, നമുക്ക് നേരിന്നുള്ള സംഭവത്തിലേക്ക് വരാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമുക്ക് അയ്യാ വൈകുണ്ഠ സ്വാമികൾ എന്ന ചാന്നാർ സമുദായത്തിൽ പിറന്ന 1809 പിറന്ന മഹാനായ മനുഷ്യൻ ആ കാലഘട്ടത്തിൽ പുരാണങ്ങളും ഇതിഹാസങ്ങളും സംസ്കൃതവും എല്ലാം പഠിച്ചെടുക്കുകയും 1836
സമത്വ സംഘടന എന്നൊരു സംഘടന രൂപീകരിക്കുകയും ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മഹാനായ ഒരു മനുഷ്യൻ്റെ, ഒരു ഈഴവൻ്റെ ജീവചരിത്രം ഇതോടൊപ്പം ഞാൻ പിൻ ചെയ്യുന്നുണ്ട്. ഈ അയ്യാവൈകുണ്ഠ സ്വാമികളാണ് ആദ്യമായിട്ട് ഒരു ജാതി, ഒരു മതം, ഒരു കുലം, ഒരു ദൈവം എന്ന വചനം ആദ്യമായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തിയത്. അമ്മിണിക്കുട്ടിക്ക് ഇതൊക്കെ അറിയോ? അമ്മിണിക്കുട്ടിക്ക് പറ്റിയത് എന്താണെന്ന് അറിയോ? അമ്മിണിക്കുട്ടിക്ക് പറ്റിയത്, ഇപ്പം നമ്മൾ സാധാരണ അരളിപ്പൂവ് മുമ്പൊക്കെ നിവേദ്യങ്ങളിലൊക്കെ ഇട്ട് അങ്ങനെ എല്ലാവരും അത് വലിയ സംഭവമായിട്ട് നല്ല കളറല്ലേ കാണാനൊക്കെ, എന്താ ഒരു ഭംഗി അല്ലേ? ശരിക്കും അമ്മിണിക്കുട്ടി ഒരു അരളിപ്പൂവായി പോയി. ഇപ്പം പറയുന്നു അരളിപ്പൂവ് വിഷമാണ്, അതുകൊണ്ട് കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ ഈ വിഷം തൊട്ട് കഴിഞ്ഞാൽ ആൾ തട്ടിപ്പോകുമെന്ന് പറയണേ. അപ്പം അമ്മിണിക്കുട്ടിയുടെ വായിൽ നിന്ന് വികട സരസ്വതി കൈ തരിക്കുക എന്ന് പറയുന്നത്. അപ്പം ആളുകൾക്ക്, എൻ്റെ ഫോളോവേഴ്സിന് അമ്മിണിക്കുട്ടിയെ കാണുമ്പോഴും നല്ല തരിപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചാൽ വളരെ നന്നായിരിക്കും. എൻ്റെ അടുത്ത് ആർക്കും ഒരു തരിപ്പും വരില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജീവിക്കുന്ന സമൂഹത്തിലും ക്ഷേത്രം നിലനിൽക്കുന്ന പേരമംഗലത്തും അവിടെ എല്ലാം ഈ മഞ്ഞപ്പടകളുണ്ട്, മഞ്ഞക്കിളികളുണ്ട്, ഇവരുടെ എല്ലാ സംഘടനാ ബലവുമുണ്ട്. എന്തേ വരുന്നില്ല ചൊറിയാൻ? ഒരു പ്രാവശ്യം വന്നതാ ജയ് വിളിച്ച് ചൊറിഞ്ഞ്. ഇപ്പം ഞാൻ SNDP ആയിട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് അമ്മിണിക്കുട്ടിക്ക് വല്ലതും അറിയോ? ഞാനാണ് മനുഷ്യൻ, ഞാൻ ഒരിക്കലും ദൈവമെന്ന് അവകാശപ്പെട്ടിട്ടില്ല. മരിച്ചുപോയ മനുഷ്യനാണ് ദൈവമെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന ദൈവമാണ് അമ്മിണിക്കുട്ടി. അങ്ങനെയെങ്കിൽ എനിക്ക് മാനനഷ്ടത്തിന് ഞാൻ കേസ് കൊടുത്തേക്കാണ്. അമ്മിണിക്കുട്ടിക്ക് ധൈര്യമുണ്ടോ ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ? കേട്ടാ, അപ്പം നമുക്ക് കേസ് കൊടുത്ത് കോടതിയിൽ തെളിയിക്കാനൊന്നും എനിക്ക് ഒരു മടിയുമില്ല. 2004 മുതലാണ് ഗുരുമന്ദിരങ്ങളെല്ലാം ഗുരുദേവ ക്ഷേത്രങ്ങളായിട്ട് മാറ്റിയത്. ഇപ്പോഴത്തെ നേതാവാണ് ഇതിനൊക്കെ ക്രിയേഷൻ നടത്തിയത്. അതേപോലെ ശാശ്വതി കാനന്ദ. എനിക്കും ചരിത്രമൊക്കെ അറിയാം. അമ്മിണിക്കുട്ടി കരുതും ഇതൊന്നും അറിഞ്ഞുകൂടാ, ഒരു ഭ്രാന്തൻ വന്നിരുന്ന് പുലമ്പുന്നു അല്ലേ? ഇനി ഏത് ശശിയാണോ കൊണ്ടുവരാൻ പോണത്, അമ്മിണിക്കുട്ടി കുറച്ചെങ്കിലും നോളജ് ഉണ്ടെങ്കിൽ, ഭയങ്കര ബുദ്ധിമതി എന്നല്ലേ വിചാരം. എന്താ ഒരു ചിരി. കഴിഞ്ഞ പ്രാവശ്യം ഒരു സംഭവം മനസ്സിലായോ? ഞാൻ ആവാഹന പൂജിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, അതും ഒരു ഈഴവ യുവതി. ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കണ്ടില്ലേ? അവൾ എൻ്റെ അടുത്ത് പറഞ്ഞെന്നറിയോ? സാറേ ഞാനുണ്ടെന്ന് പറഞ്ഞേ. അവൾ ചിരിച്ചോണ്ടിരിക്കണുണ്ടോ? നിന്നെ കൊന്ന് കഷ്ടം. ചിരിക്കാതിരിക്കണമെങ്കിൽ അമ്മിണിക്കുട്ടി വേർക്കുന്ന ഒരുപാട് കേട്ടോ. നീ ഇനി പുതിയ ആൾക്കാരെ കൊണ്ടുവരാം. അപ്പോൾ എന്തായാലും അയ്യാവൈകുണ്ഠ സ്വാമിയുടെ ചരിത്രം. ഈ അയ്യാവൈകുണ്ഠ സ്വാമിയുടെ ശിഷ്യനായിരുന്ന അയ്യാസ്വാമിയുടെ അടുത്തു നിന്നാണ് നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയൊക്കെ വിദ്യ പഠിച്ചത്. അപ്പോൾ ചട്ടമ്പി സ്വാമിയുടെ ചരിത്രം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുന്നുണ്ട്. അദ്ദേഹം 1853 ഒരു ദരിദ്ര നായർ കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശർമ്മ ബ്രാഹ്മണനായിരുന്നു. അപ്പോൾ നായർ സ്ത്രീയിലുണ്ടായതുകൊണ്ട് അയിത്തം വല്ലാത്ത രീതിയിൽ. അങ്ങനെ അദ്ദേഹം താഴ്ന്ന മൂലങ്ങളിലുള്ള ആളുകളൊക്കെ ആയിട്ട് വളരെ സ്നേഹത്തോട് ഇടപഴകുകയും അന്ന് തന്നെ അദ്ദേഹത്തിന് ഈ ബ്രാഹ്മണ്യത്തിനെതിരായിട്ടുള്ള ആ ഒരു ത്വര വളരുകയും പിന്നെ പലയിടത്തും സഞ്ചരിച്ച് വേദവും ഉപനിഷത്തും എല്ലാം പഠിച്ചെടുക്കുകയും പല ഭാഷകൾ പഠിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ സംസ്കൃതത്തിൽ കൃതികൾ രചിക്കുകയും സംസ്കൃതത്തിൽ മാത്രമുണ്ടായിരുന്ന പുരാണ ഇതിഹാസ കൃതികളെല്ലാം മലയാളത്തിൽ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റ് മതങ്ങളുടെ കടന്നുകയറ്റത്തെ ചെറുക്കുകയും ചെയ്ത മഹാനായ മനുഷ്യനാണ്. അദ്ദേഹവും മരുത്താമലയിൽ പോയി തപസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഒരിക്കൽ പോലും ദൈവമാണെന്ന് അവകാശപ്പെട്ടില്ല. നായർ സമുദായം അദ്ദേഹത്തിന് ദൈവമാക്കിയുമില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് 73 വയസ്സായ ഒരു അമ്മ വന്നു. വളരെ വിഷമത്തോടു കൂടിയാണ് വന്നത്. അവർ പറഞ്ഞു എനിക്ക് പ്രശ്നം നോക്കണം. ഞാൻ പറഞ്ഞു പ്രശ്നം നോക്കാനായിട്ട് പൈസ അടച്ച് ബുക്ക് ചെയ്തൊക്കെ വരുന്നിട്ട് സമയമെടുക്കും. അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ ചോദിച്ചു മക്കളില്ല, പെൺപിള്ളേരുണ്ട്, കച്ചവടമാണ്, ബിസിനസ്സാണ്, മക്കൾക്ക് ഇതിലൊന്നും ഒരു വിശ്വാസമില്ല. അപ്പോൾ ഞാൻ ഉടനെ പറഞ്ഞു നാരായണ ഗുരു ദൈവം എന്ന് പറഞ്ഞൊക്കെ നടക്കുന്നതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം, കുട്ടികളൊക്കെ ഇങ്ങനെ വഴിതെറ്റിപ്പോയി. ഉടനെ പറഞ്ഞു അപ്പോൾ ദൈവമല്ലേ? ഞാൻ ചോദിച്ചു മരിച്ച മനുഷ്യൻ ദൈവമാകുമോ? നമ്മുടെ ജ്യോതിഷപ്രകാരം മനുഷ്യൻ മഹർഷി വരെ ആവുകയുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല. ഉടനെ പറഞ്ഞു അങ്ങനെ പറയരുത്, ഞങ്ങൾക്ക് ദൈവമാണ്. എന്താ ശരി, ചട്ടമ്പി സ്വാമി ഭഗവാനാണോ? ഞങ്ങൾ ചട്ടമ്പി സ്വാമിയും ഭഗവാനായിട്ടാണ് കാണുന്നത്. ഓ അങ്ങനെയെങ്കിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ചേച്ചി, അങ്ങനെയെങ്കിൽ നമുക്ക് അയ്യങ്കാളി ഭഗവാനെ എന്ന് വിളിച്ചാലോ? അപ്പ ചേച്ചി പറഞ്ഞേ എന്താ അയ്യങ്കാളി സഹിച്ചാത്തരം ത്യാഗം ഏതെങ്കിലും ഒരു നവോത്ഥാന നായകൻ, ഏതെങ്കിലും ഒരു ആചാര്യൻ സഹിച്ചിട്ടുണ്ടോ ചേച്ചിക്ക് അറിയോ? എനിക്കറിയില്ല. ഇതെങ്ങനെയാണ്? എന്നാൽ നമുക്ക് ഇന്ത്യൻ ഭരണഘടന എഴുതി ഉണ്ടാക്കി തന്ന് അമ്മിണിക്കുട്ടിക്കും ഈ ശശി അണ്ണനും ഒരുമിച്ചിരുന്ന് ഇതേപോലെ സൊള്ളി
സംസാരിക്കുവാനും നമുക്ക് എല്ലാവർക്കും തുണിയെ കൊടുത്തുണ്ട്. ഇപ്പം അമ്മിണിക്കുട്ടി നല്ല തുണിയെ കൊടുത്തൊക്കെ ഇരിക്കണില്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരോടും എല്ലാ രീതിയിലും സംസാരിക്കാനുള്ള ഈ സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് നേടിത്തന്ന മഹാനായ, അതും പറയ സമുദായത്തിൽ, മഹർ സമുദായത്തിൽ ജനിച്ച ഡോക്ടർ BR അംബേദ്കർ, അദ്ദേഹമല്ലേ ഏറ്റവും വലിയ ഭഗവാൻ? നമുക്കങ്ങനെയിൽ അംബേദ്കർ ഭഗവാനെ എന്ന് വിളിച്ചാലോ? ഉടനെ അമ്മ ചോദിക്കുന്നു, അപ്പോൾ ഇതൊന്നുമല്ലേ? ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി, ഇതൊന്നുമല്ല. യഥാർത്ഥത്തിലുള്ള ഈശ്വരീയ ശക്തികളുടെ പിന്നാലെ പോയവരൊക്കെ നല്ല രീതിയിൽ രക്ഷപ്പെട്ടു. ഒരു മനുഷ്യൻ മരിച്ച 16 രാവ് പുലവാലായ്മ ആചരിച്ചാലാണ് കുടുംബം രക്ഷപ്പെടുള്ളൂ. ഇത് 10-നും 11-നും ചടങ്ങ് അവസാനിപ്പിക്കാൻ പറഞ്ഞു. 10 11 എന്താണെന്ന് വല്ലതും അറിയോ? ഒന്നും അറിഞ്ഞുകൂടാ. അതേപോലെ ശിവരാത്രി എന്ന് പറഞ്ഞ മഹാദേവൻ മയങ്ങിക്കിടക്കുന്ന ദിവസമാണ്. ഈ ദിവസമാണ് അരുവിപ്പുറത്ത് പോയി പ്രതിഷ്ഠ നടത്തി. പ്രതിഷ്ഠ അതും ശങ്കരൻകുഴിയിൽ മുങ്ങി. അമ്മിണിക്കുട്ടിക്ക് ഇതൊക്കെ വല്ല അറിയോ? 1.25 മണിക്കൂറാണ് മുങ്ങിക്കിടന്നത്. എന്തായാലും മനുഷ്യാവതാരമല്ലേ എടുത്തത്. ഏറ്റവും വലിയ മുന്നിലത്തിന് 4 മിനിറ്റ്. ഇതെന്താ അമ്മിണിക്കുട്ടി ഒന്നും പറയാതെ പോയേ? മറന്നുപോയോ? 4 മിനിറ്റ് കിടക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനും അമ്മിണിക്കുട്ടിയൊക്കെ ഏറ്റവും കൂടി 1.5-2 മിനിറ്റ്. അതിൽ കൂടുതലേ മുങ്ങിക്കിടന്ന പടമാവും അമ്മിണിക്കുട്ടി. പടമാവണോ? കുറച്ചും കൂടി ജീവിക്കണ്ടേ? കാണാനൊക്കെ നല്ല ചന്തമൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും 1.25 മണിക്കൂർ മുങ്ങിക്കിടന്നു. പിന്നെ 1.25 മണിക്കൂർ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കല്ലേ. അതിനുശേഷം കല്ല് പാറയിൽ കൊണ്ടുവന്ന് വെച്ച വഴി ഒരു ഇടിമിന്നൽ അങ്ങ് അടിച്ചു, ഒരു ഒളി അടിച്ചു എന്ന് പറയണേ. കല്ല് അങ്ങോട്ട് ഉരുകിച്ചേർന്നു. ഞാൻ അമ്മിണിക്കുട്ടിയോട് വീണ്ടും പറയുകയാണ്, അമ്മിണിക്കുട്ടി പറയുന്ന ഈ ദൈവത്തിന് ഞാൻ അംഗീകരിക്കാം. 4ാം ക്ലാസ് വരെ പഠിച്ച ദൈവമല്ലേ? അയ്യങ്കാളി 4ാം ക്ലാസ് വരെ പഠിച്ചതാണ്. അതേപോലെ ചട്ടമ്പി സ്വാമിയും 4ാം ക്ലാസ് വരെ പഠിച്ചതാണ്. വിദ്യാഭ്യാസമാണ് ദൈവത്തിൻ്റെ മാനദണ്ഡമെങ്കിൽ ഡോക്ടർ പൽപ്പുവാണ് ഏറ്റവും വലിയ ദൈവം. കുമാരനാശാൻ അതിന് മേലെ പഠിച്ചിട്ടുണ്ട്. അമ്മിണിക്കുട്ടി വീണ്ടും വീണ്ടും വീഡിയോ കൊണ്ടുവന്നാൽ ഞാൻ ഇവരുടെ എല്ലാം പ്രിൻ്റ് ചെയ്ത് വെച്ച് തരാം. എന്തായാലും അമ്മിണിക്കുട്ടി ഞങ്ങളുടെ മഞ്ഞക്കിളികളെ കുറച്ച് കൊണ്ടുവരൂ, അവരൊന്ന് പഠിക്കട്ടെ കുട്ടികൾ. നല്ലതാട്ടോ, എനിക്ക് വളരെ ഇഷ്ടമായിരിക്കണം. ഇത് വന്നോളൂ. അപ്പോൾ എന്തായാലും അമ്മിണിക്കുട്ടി ഇത്രയൊക്കെ പറഞ്ഞതല്ലേ? ഈ ദൈവം അവിടെ പ്രതിഷ്ഠ നടത്തിയപ്പോൾ ഇടിമിന്നലടിച്ച് കല്ല് കല്ലിനോട് ഉരുകിച്ചേർന്നതല്ലേ? ഞാനൊരു തന്ത്രിയായിരിക്കുന്ന ആളാണ്. അമ്മിണിക്കുട്ടി എന്തൊക്കെ പറഞ്ഞാലും തന്ത്രിയാണ്, അല്ലാന്ന് പറയാൻ പറ്റുമോ? എല്ലാ ദേവതകളുടെയും മൂലമന്ത്രം എനിക്കറിയാം, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അമ്മിണിക്കുട്ടിയുടെ ഈ ദൈവത്തിന് മൂലമന്ത്രം വല്ലതും അറിയുമായിരുന്നോ? അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ ഇവരുടെ പിൻഗാമികളായിരിക്കുന്ന ഈ സാമ്യമാരും ഈ ശാന്തിക്കാർക്കൊക്കെ ഈ മന്ത്രമൊക്കെ അറിയണ്ടേ? അറിയുമോ അമ്മിണിക്കുട്ടി? ഉത്തരമുണ്ടോ ഇതിനൊക്കെ? ഇല്ലേ? എന്നാൽ ശശിയണ്ണനോട് ചോദിക്കൂ. ശശിയണ്ണൻ അറിവിൻ്റെ നിറകുടമല്ലേ? 8 ഗണപതിമാരുണ്ട്, അവരുടെയൊക്കെ മൂലമന്ത്രം എന്ന് പറയാമോ ശശിയണ്ണ? ഇല്ലേ? ഇത് ഞാൻ പഠിപ്പിച്ചു തരാട്ടോ. ശശിയണ്ണൻ വന്നോളൂ, പൈസ ഒന്നും വേണ്ട. അപ്പോൾ എന്തായാലും അമ്മിണിക്കുട്ടി, അപ്പോൾ ഞാനിവിടെ തിരുവനന്തപുരം ആനന്ദവല്ലീശ്വരത്ത് അമ്മിണിക്കുട്ടിയുടെ ദൈവം കൊണ്ട് പ്രതിഷ്ഠിച്ച 2ാമത്തെ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ അവിടെ ദേവചൈതന്യം ഇല്ല അമ്മിണിക്കുട്ടി. എൻ്റെ അടുത്ത് വന്നു അതിൻ്റെ കമ്മിറ്റിക്കാർ, എന്നോട് പറഞ്ഞു ദേവപ്രശ്നം നോക്കിയിട്ട് അതിന് ചൈതന്യം വരുത്തണം. എന്താണ് നെഗറ്റീവ്? ഞാൻ പറഞ്ഞില്ലേ, ഈ ആവാഹന പൂജയിൽ നെഗറ്റീവ് എടുത്തുകള എന്നൊരു വലിയ സംഭവം ഈശ്വരന്മാർ എനിക്ക് തന്നിട്ടുണ്ട്. അമ്മിണിക്കുട്ടിയുടെ മെൻ്റൽ ഞാൻ മരുന്ന് തരാട്ടോ. ഒന്നോളൂ, സുഖമാക്കാണ്ട് വിടാം. അപ്പോൾ എന്തായാലും ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ദൈവത്തിനെതിരാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞ സമയത്താണ് അവരുടെ കിളി പോയി, അവർ ഞെട്ടിപ്പോയി. കണ്ട അമ്മിണിക്കുട്ടി എൻ്റെ ഒരു വൈഭവം. അപ്പോൾ അമ്മിണിക്കുട്ടിയുടെ 2ാമത് പ്രതിഷ്ഠിച്ച ദൈവം പ്രതിഷ്ഠിച്ച ക്ഷേത്രമില്ലേ, അവിടെ ഒരു ചൈതന്യമില്ല കേട്ടോ. എനിക്ക് ചെറിയ അബദ്ധം പറ്റി. ഞാനപ്പം മിണ്ടാതിരുന്ന് അവിടെ പോയത് മാറ്റി കൊടുത്തിട്ട് അമ്മിണിക്കുട്ടിയെ വല്ലാത്ത രീതിയിൽ ഞാൻ കളിയാക്കി കൊന്നേനെ. അപ്പോൾ എന്തായാലും എനിക്ക് അത് സാധിച്ചില്ല. പക്ഷേ ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. അന്നത്തെ ഗ്രഹനിലെ കാര്യമെല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 2ാമത് പ്രതിഷ്ഠിച്ചു. അപ്പോൾ 1ാമത് പ്രതിഷ്ഠിച്ചപ്പോഴാണ് ഇടിമിന്നൽ അടിച്ച് അവിടെ ഉരുകി പിടിച്ചണ്ടല്ലോ. അപ്പം ഞാൻ കീഴടങ്ങിയിരിക്കുന്നു. അമ്മിണിക്കുട്ടി ആ ശ്രീകോവിലിൻ്റെ അകത്ത് ഈ KV സുഭാഷ് തന്ത്രി ഗുരുനാഥൻ എന്ന് പറയുന്ന പ്രാന്തനെ കയറ്റാനുള്ള ഒരു അനുമതി വാങ്ങിച്ചതെന്ന് ഒന്ന് കാണിച്ചു തന്നാൽ മതി. ഞാനത് കണ്ടു ബോധ്യപ്പെട്ട നോമങ്ങോട്ട് കീഴടങ്ങിയിരിക്കുന്നു. പറ്റുമോ ശശിയണ്ണ? പറ്റുമോ? SNDPക്കാർക്ക് പറ്റുമോ? പറ്റില്ലല്ലോ. വരരുത് വിളയാടാൻ കേട്ടോ. നിർത്തിക്കൊള്ളതോടുകൂടി അമ്മിണിക്കുട്ടി. ശശിയണ്ണ ഇനി വേണോ? കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം പോരെ കേട്ടോ. ഞാൻ രക്ഷപ്പെടുത്തിയ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ മഹാദൈവം 1 രൂപയാണ് അന്നത്തെ ഫീസ് വാങ്ങിച്ചത്. അന്നത്തെ 1 രൂപയ്ക്ക് എന്ത് മൂല്യമുണ്ടായിരുന്നു എന്ന് ഈ അമ്മിണിക്കുട്ടിയും ശശിയണ്ണനും തിരിച്ചറിയണം. 2.25 അണയ്ക്കാണ് അന്ന് കൗമുദി പത്രം ഇരുന്ന 10 ഏക്കർ ഭൂമി ഡോക്ടർ പൽപ്പ് വാങ്ങുന്നത്. 16 അണയാണ് 1 രൂപ എന്ന് പറയുന്നത്. 1 രൂപ എന്നാൽ 16 അണയാണ്. അപ്പോൾ 2.25 അണയ്ക്ക് 10 ഏക്കർ ഭൂമി വാങ്ങാൻ സാധിക്കുമെങ്കിൽ
₹1 വേണമായിരുന്നു SNDPയിൽ അംഗത്വം എടുക്കാൻ. അപ്പോൾ ഈ പൈസയെല്ലാം ഈ ദൈവം എന്താണ് ചെയ്തത്? എനിക്കതാണ് നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ളത്. അപ്പം ഞാനിവിടെ എൻ്റെ ചോര നീരാക്കിയ പൈസ കൊണ്ടാണ് ജാതി മത ഭേദങ്ങളില്ലാതെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി നാഗദേവതകൾ മുഖ്യദേവതയായിരിക്കുന്നു. ഇത് തന്നെ നിങ്ങളുടെ ദൈവം പറയുന്നു, നാഗദേവതകളെ ആരാധിക്കരുത്, ഭദ്രകാളിയെ ആരാധിക്കരുത്. മനുഷ്യന് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്നത് സമ്പത്തും സൗഭാഗ്യങ്ങളും ദാമ്പത്യ സുഖവും ലഭിക്കുന്ന നാഗദേവതകളെ ആരാധിക്കരുത് എന്ന് മഹാദൈവം പറഞ്ഞിരിക്കുന്നു. മഹാദൈവത്തിന് ആത്മീയതയുടെ എന്തെങ്കിലും കണിക അറിയുമായിരുന്നോ? അതേപോലെ തന്നെ ഭദ്രകാളി പെട്ടെന്ന് പ്രസാദിക്കുന്ന ദേവിയാണ് ഭദ്ര. എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. ഇവിടെ 3 ദിവസം അടുപ്പിച്ച് പ്രണവമലയിൽ ഭദ്രകാളിയുടെ അടുത്ത് ശൂലിനി ഹോമം നടത്തിയാൽ സകല സൗഭാഗ്യം ലഭിക്കുന്നു ജനങ്ങൾക്ക്. ചെറിയ പൈസയുള്ളൂ. അമ്മണിക്കുട്ടി ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്, ഒന്ന് കണ്ടു നോക്ക്. ഈ ക്ഷേത്രാങ്കണത്തിലൊന്ന് വന്ന് ഒന്ന് നിന്ന് നോക്ക്. ആ മെൻ്റൽ 2 ഒന്ന് മാറ്റ്. അപ്പോൾ കർമ്മ ദോഷം എന്നാൽ എന്താണ് കർമ്മം? ജ്യോതിഷത്തിൽ ഇതൊക്കെ എങ്ങനെ ചിന്തിക്കും? ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരൂ 2 പേരും കൂടി. ഇനിയുണ്ടോ പുതിയ വല്ല കണ്ടുപിടുത്തവുമായിട്ട്? അങ്ങനെ ധൈര്യമായിട്ട് വന്നോളൂ. നോമ ഇവിടെ ഉണ്ട് കേട്ടോ. നോമിന് അങ്ങനെ ഭയമൊന്നുമില്ല കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞു, എൻ്റെ കൂടെ ഈശ്വരനുണ്ട്. എന്നെ കൊണ്ട് ഇതെല്ലാം പറയിക്കുന്നത് ഈശ്വരനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് തന്നെ ഒരു മിടുക്കൻ എന്നോട് പറഞ്ഞത്, കോടിക്കണക്കിന് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞത്. അവൻ്റെ വർത്തമാനം കേട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടോ. 3.5 കോടി ജനങ്ങളാണ് കേരളത്തിൽ. 20% ഈഴവർ, തെയ്യ ചാന്നാർ എല്ലാം കൂടിയാണ്. അപ്പോൾ കണക്കെടുത്ത് 70 ലക്ഷം പേര് ഇവിടെ ഉള്ളൂ. അതിൽ തന്നെ എത്ര പേര് ഇവരുടെ കൂടെ ഉണ്ടാകും? എൻ്റെ കൂടെ ഉള്ള 70% ഈഴവർ തന്നെയാണ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് കോടിയാണ് പറയുന്നത്? മുണ്ടാണോ കോടിമുണ്ട്? അതേ വീടിൻ്റെ കോടിയാണോ? ഒന്നും അറിഞ്ഞുകൂടാ അല്ലേ? പിന്നെ ശ്രീലങ്കയിലേക്കൊക്കെ പോയെന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് 3 പ്രാവശ്യം പണങ്ങി പോയേ? ഞാൻ ചരിത്രം മൊത്തം പഠിച്ചിട്ടാ ശശിയണ്ണ, എല്ലാം പഠിച്ചു. അപ്പം ശശിയണ്ണ വെറുതെ ശശി ആവല്ലേ. അമ്മണിക്കുട്ടീന് പുതിയ ആളെ കൊണ്ടുപോകും. അപ്പോൾ എത്ര പേരെ കൊണ്ടുവന്നേ? ഒരു രമേശ്, പിന്നെ ഏതോ ഒരു വിഭൂഷി, അവൻ്റെ പേര് തന്നെ വിഭൂഷി. ഇപ്പം ദേ അണ്ണനെ കൊണ്ടു, ശശി അണ്ണനെ. ഇനി ആരാ ഉള്ളത്? ഇനി വല്ലവരും ഉണ്ടോ? ഞാൻ റെഡി കേട്ടോ. നാങ്ക റെഡി, നീങ്ക റെഡിയാ. ഇത് അമ്മണിക്കുട്ടിക്കും ശശി അണ്ണനും വേണ്ടി സമർപ്പിച്ചിരിക്കണു. നോമ ഇവിടെ ആവാന പൂജ ചെയ്താലുണ്ടല്ലോ അവിടെ രക്ഷപ്പെടുത്തി തരും. 2ൻ്റെ മെൻ്റൽ അങ്ങോട്ട് മാറ്റിയാണ്ട് തന്നിരിക്കണു. വരണുണ്ടോ? വന്നോളൂ, ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരിക പേരമംഗലം ക്ഷേത്രത്തിലേക്ക്. ഇനി സഭ്യത തീരെ ഇല്ലാന്നങ്ങോട്ട് വെക്കണ്ട, ഇന്ന് ഇരിക്കണ്ട കേട്ടോ. എന്താ ഒരു ചന്തം! കണ്ടിരിക്കാൻ കേട്ടോ. എന്താ ഒരു ചിരി! ഒരു ആന ചന്തമൊക്കെ ഉണ്ട്. നല്ല ചിരിയാ. സമ്മതിച്ചിരിക്കണു. പണ്ടത്തെ കാലമായിരുന്നുണ്ടല്ലോ, നോമിനെ അങ്ങോട്ട് ബോധ്യപ്പെട്ടിരിക്കണു. ഇവിടെ വരികയെന്നാണ് പറഞ്ഞിരിക്കും. പോരെ, പേരമംഗലത്തേക്ക് വന്നോളൂ. ആരാന്ന് വെച്ചാൽ പേരമംഗലം നാഗരാജ ക്ഷേത്ര സന്നിധി. ഏതൊരു മനുഷ്യനും രക്ഷപ്പെടാം. 27 ക്ഷേത്രങ്ങളും ഓരോ ക്ഷേത്രത്തിനും 108 പൂർണ്ണ പ്രതിഷ്ഠ നടത്തി ജീവിതം തിരിച്ചു കൊടുക്കുന്ന പുണ്യദേവഭൂമിയാണ്. ഇവിടെ അയിത്തൊന്നുമില്ല കേട്ടോ. ഇവിടെ ജാതി ഭേദങ്ങളില്ല, നൂല് കൗബീനൊന്നുമില്ല. എല്ലാം തുല്യതയ്ക്ക് തുല്യതയാണ്. നിങ്ങളുടെ ദൈവം ഈ 42 ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ട് എവിടെയെങ്കിലും ഒരു പുലയനെയോ പറയനെയോ പൂജാരിയാക്കിയിട്ടുണ്ടായിരുന്നോ? നമ്മുടെ VS അച്യുതാനന്ദൻ പറയുന്ന പോലെ ഇല്ലല്ലോ. കണ്ടാ? അപ്പോൾ ഇവിടെ വന്ന് നോക്കണം. ഇതാണ് പ്രവൃത്തി. അല്ലാതെ വെറുതെ ഇരുന്ന് തള്ളിമറിക്കലല്ല. ജീവിതം തേടുക, ജീവിതം കൊടുക്കുക. ഞാൻ മുമ്പേ പറഞ്ഞു, ഞാൻ ബിസിനസ് ചെയ്ത് നടന്ന ആളാണ്. ഒരിക്കൽ പോലും ഞാൻ ജ്യോതിഷത്തിലെത്തുന്നു പോലും വിചാരിച്ചിരുന്നില്ല. ഇനി ജ്യോതിഷൻ പഠിച്ചെടുത്ത്, പൂജ പഠിച്ചെടുത്ത്, കർമ്മങ്ങൾ ചെയ്ത് മനുഷ്യൻ്റെ ജീവിതം തിരിച്ചു കൊടുക്കാനുള്ള ഒരു കഴിവ് ഈശ്വരൻ നൽകുമെന്നോ ഇതേപോലെ ഒരു ക്ഷേത്ര സങ്കേതം നിർമ്മിക്കാൻ സാധിക്കുമെന്നോ എന്നൊന്നും ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചു പോലില്ല. അതേപോലെ തന്നെ പാട്ടുകൾ എഴുതുമെന്നോ പാട്ട് പാടുമെന്നോ ഒന്നും ഒരിക്കൽ പോലും ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഇതാണ് ദേവതകളുടെ പിന്നാലെ നടന്നാൽ കിട്ടുന്ന വലിയ വലിയ സൗഭാഗ്യം. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കുരുപൊട്ടിയ മഞ്ഞക്കിളികൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പേരമംഗലത്തപ്പൻ്റെ അടുത്തേക്ക് വന്നാൽ ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാം. നമുക്ക് യഥാർത്ഥ ഈശ്വരൻ്റെ പിന്നാലെ പോകാം. അല്ലാതെ ഒരു മനുഷ്യനും നമ്മുടെ ജ്യോതിഷപ്രകാരം മരിച്ചു കഴിഞ്ഞാൽ ദൈവമാവുകയില്ല. മനുഷ്യൻ മാത്രം. അതേപോലെ മനുഷ്യൻ മഹർഷി വരെ ആകാൻ സാധിക്കും. മഹർഷിക്ക് ദേവതകളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാകും.
മനുഷ്യ ജീവിതങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടാകും. അത് എനിക്കുണ്ട്. അല്ലാതെ കണ്ട് നിങ്ങൾ പറയുന്ന നാരായണ ഗുരുവിന് ഉണ്ടായിരുന്നില്ല. ചരിത്രം ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇട്ട് തരും. ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കുക. ഇതിനേക്കാൾ വലിയ മഹാരഥന്മാർ ഇവിടെ ജീവിച്ചിരുന്നു. അവരുടെ എല്ലാം ചരിത്രം അടുത്ത ദിവസം അമ്മിണിക്കുട്ടി എനിക്കെതിരെ വീണ്ടും ഒന്നുകൂടി വരികയാണെങ്കിൽ ഈ ഉണ്ണികളോട് ഇതൊന്ന് പറഞ്ഞു കൊടുത്ത് അവരുടെ തലയിൽ കുറച്ച് വെളിച്ചം വരുത്തിയാൽ എനിക്കൊരു രഘുരാമനാകാൻ സാധിക്കും. എനിക്ക് രഘുരാമനായ മതി കേട്ടോ, അല്ലാതെ എനിക്ക് ദൈവമൊന്നും ആവണ്ട. ദൈവമായ ഒരു സുഖമില്ലെന്നേ, മനുഷ്യനായ മതി. മനുഷ്യനല്ലേ മരിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ ദൈവം ജീവിച്ചിരിപ്പുണ്ടോ? അയ്യോ, ഉദരരോഗമായിരുന്നു പറയണത് അറിയോ? അതൊക്കെ ഒന്നും അറിയില്ല അല്ലേ? എല്ലാം എൻ്റെ അടുത്തേക്ക് വന്നോളൂ, നേരിട്ട് സംവാദത്തിന് പോരെ, ഞാൻ തെളിയിച്ചു തരാം. തെളിവുകളോടുകൂടെ സംസാരിക്കുന്നത്. നമുക്കല്ലെങ്കിൽ കോടതിയിലേക്ക് പോകാം. ഇത് ജനാധിപത്യ രാജ്യമല്ലേ, എല്ലാവർക്കും സ്വാതന്ത്ര്യമില്ലേ? എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അമ്മിണിക്കുട്ടിക്ക് സ്വാതന്ത്ര്യമുണ്ട്, ശശിയണ്ണന് സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ നമുക്ക് തർക്കങ്ങളുടെ കോടതിയിൽ തെളിയിക്കാം. നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് കൊണ്ട് നിങ്ങൾ വന്നോളൂ, എൻ്റെ തെളിവ് കൊണ്ട് ഞാനും വരാം. എന്തായാലും നമുക്ക് ഏറ്റവും കൂടുതൽ ഉത്ബോധനം വരുത്തേണ്ടത് ജനങ്ങളുടെ മുമ്പിലാണ്. അവർക്കാണ് ബോധം വരുത്തേണ്ടത്. ജനങ്ങൾ നശിച്ച് നാറാണക്കല്ലും പറിച്ച് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ഉത്ബോധനങ്ങളാണ്, നിങ്ങളുടെ മണ്ടത്തരങ്ങളാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും തിരിച്ചറിയുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തേടി തിരിച്ചെത്തുക. പേരമംഗലത്തിൻ്റെ തിരുസന്നിധിയിലേക്കും ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിലേക്കും എത്തിപ്പെട്ടാൽ ഏതൊരാൾക്കും രക്ഷപ്പെടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ അമ്മിണിക്കുട്ടിക്കും അതേപോലെ തന്നെ നമ്മുടെ ശശി അണ്ണനും സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹലോ ഹലോ ഹലോ, പേരെന്താണ്? ആരാ വിളിക്കണേ? സുഭാഷ് എന്ന് പറഞ്ഞ ആളാണോ? ഒരു ശാന്തിയായിട്ട് കിടക്കണം. അല്ല, ഇത് ആരാ വിളിക്കണേ? ഒരാളെ വിളിച്ചിട്ട് ആരാന്ന്? എന്റെ പേര് രഞ്ജിത്ത് എന്നാണ്. എന്തായിരുന്നു ആവശ്യം? ഞാൻ നിങ്ങളുടെ ഒരു ഇത് കണ്ടായിരുന്നു, ഒരു വീഡിയോ കണ്ടിട്ട് വിളിച്ചതാണ്. എന്ത് വീഡിയോ കണ്ടിട്ട്? നിങ്ങളിത് ഇത് എഴുതിയേക്കുന്നത് ദിവസം എഴുതിയേക്കുന്നത് ഗുരുദേവൻ അല്ലെന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ കണ്ടായിരുന്നു. അതെ, നിങ്ങൾക്ക് അതിനെ കുറിച്ച് നിങ്ങൾ ഏത് ക്ഷേത്രത്തിലെ ശാന്തിയാണ് നിങ്ങള്? നീ ആദ്യം ഇവിടെ വന്ന് അന്വേഷിക്കടാ. നീ ഇന്ന് വിളിക്കുന്നത് നിന്റെ ഫോൺ നമ്പറിൽ വിളിക്കണേ. നിന്റെ ഫോണിലേക്ക് നീ വിവരക്കേട് പറയുമ്പോഴത്തേക്ക് നീ അറിഞ്ഞിരിക്കണമല്ലോ. നീ ഒരു ശാന്തിയാണ്. നീ പോയി കളിക്കട തരത്തില് നിന്റെ ഈ കളിയിലും വലിയ കളി ഞാൻ കണ്ടോണ്ടിരിക്കണോ? ഞാൻ അങ്ങോട്ട് വരാം. നീ പോരാ ഇങ്ങോട്ട്. നീ എവിടെയാ? അല്ല, നിന്റെ വീട് എവിടെയാ? എടാ, എന്റെ വീട് എറണാകുളമാണ്. ഞാൻ എറണാകുളത്താരനാടാ. പഠിപ്പിച്ചു തരാം. നീ വാ, ചരിത്രം പഠിപ്പിക്കണോ? നീ വാടക ശാന്തിയായിട്ടിരിക്കണം. നീ വാട. നീ ആരെന്ന് വെച്ചാ വാങ്ങട്. പിന്നെ നീ വരുമ്പോ ഞാൻ പേടിക്കാതിരിക്കല്ലേ? നീ പോടെ പുല്ലാടുന്നു. അല്ലാണ്ട് നാലാമത്തെ പഠിച്ച ആൾക്കാരെ പറ്റിച്ചത് പോരാ. നീയുടെ പറ്റിക്കണേ, ഞാനല്ല. നിന്റെ നാരായണപുരം പറ്റിക്കണേ, ഞാനല്ല. നീ എവിടെ പഠിച്ചെന്ന് പറയാം. ഞാൻ പഠിച്ച സ്ഥലത്ത് എന്റെ കയ്യിൽ വേണ്ടതൊക്കെ ഉണ്ടാ. വേറെ വല്ല പഠിക്കുമ്പോ നീ പോടെ പുല്ല അവിടുന്ന്. നീ ആരാ? നീ പേടിപ്പിക്കാൻ പറ്റത്. എവിടെയാന്ന് വെച്ചാൽ ഞങ്ങൾ വന്ന് പിടിച്ചോ. നീ എവിടെ നിന്ന് പോരാ? നീ നാളെ പോരാ പേരങ്ങൾത്ത് വരെ. നീ നാളെ പേരങ്ങൾത്ത് വരെ. ഞാനവിടെ ഉണ്ട്. നിന്റെ ക്ഷേത്രം ഏതാ? അതാണ് പറഞ്ഞ പേരമംഗലം ക്ഷേത്രം, പേരമംഗലം നാഗരാജ ക്ഷേത്രം. നീ അവിടെ പോരെ? അവിടെ വരാം. നീ വാ നാളെ. ഞാനവിടെ ഉണ്ട് കേട്ടോ. നീ വാ, ചരിത്രം ഞാൻ പഠിപ്പിച്ചായിരുന്നു. നീ വാ. തീക്കൊള്ളി കൊണ്ട് തലവറിയണ നീ? പിന്നെ നിന്റെ തീക്കൊള്ളി. നീ പോടാ പറ്റില്ല അവിടുന്ന്. ഞാൻ പുരോഹിത. എനിക്ക് ജനങ്ങളെ ജീവിതം ജയിപ്പിക്കാനുള്ള കഴിവുണ്ട് കേട്ടോ. നീ ജയിപ്പിക്ക്, കാണിച്ചു തരാം. ഹലോ, സുഭാഷ് തന്ത്രി അല്ലേ? ആരായിരുന്നു തന്ത്രി? ഇത് എന്നെ ഈ ഗുരുദേവനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണേ. ഞാനേ, നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ പേരമംഗലം ക്ഷേത്രത്തിലേക്ക് വരാം. അവിടെ സംവാദമുണ്ട്. നിങ്ങളിപ്പോ SNDP ആൾക്കാരെ കുറെ നേരമായി തുടങ്ങിയിട്ട്. അപ്പൊ നിങ്ങൾ പോരാ, ഞാൻ നാളെ അവിടെ ഉണ്ട്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പറയണ കേൾക്ക്? പറഞ്ഞേക്ക്. അല്ല, നിങ്ങൾ വേറെ ആളുകളെ അല്ലല്ല, നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ പറ്റില്ല. ഞാൻ കൂടോത്രക്കാരനാണ്, കൂടോത്രക്കാരെന്ന് പറയാം. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തോ? എല്ലാ ആൾക്കാരും ഉൾക്കൊണ്ടാലല്ലേ നാട്ടിൽ ജീവിക്കാൻ പറ്റുള്ളൂ. എന്നെ വിളിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം വിളിക്കാൻ ഞാൻ ചോദിക്കട്ടെ, നീ ആരാ? ആരെങ്കിലും ആയിക്കോട്ടെ. എന്നാ നീ നിന്റെ വേദന അന്വേഷിക്കുക കേട്ടാ. ഞാൻ കോടതി കണ്ടോളാം. ആയിക്കോട്ടെ. ആ. ഹലോ,
എന്റെ പേര് KR ഗിരിജൻ, തൃശ്ശൂർന്നാ വിളിക്കുന്നത്. എന്താണ്? ഞാൻ സനാതന ധർമ്മ സംഘം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ആ, എന്റെ ഗുരുനാഥനാണ് KV സുഭാഷ് തന്ത്രി. ഓ ആയിക്കോട്ടെ. നിങ്ങളിപ്പോ സാറിനെ വിളിച്ചു എന്ന് പറഞ്ഞു. ഒന്ന് ചോദിച്ചാൽ ഞാനൊന്നും പറഞ്ഞില്ല. എന്തിനാ ഇങ്ങനെ കാണിക്കണേന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഞങ്ങള് ഗുരുവല്ലേ, എന്ത് കാര്യം? ഗുരുവിനെ കുറിച്ച് എന്തിനാ പറയണേന്ന് ചോദിച്ചു. ഗുരു പറഞ്ഞ തെറ്റായ കാര്യങ്ങൾ നമ്മള് തെറ്റാന്ന് തന്നെ പറയും. നിങ്ങൾ ഇത്രയും നാൾ എവിടെയായിരുന്നു? ഇത്രയും കാലം എവിടെയായിരുന്നു? ഇത്രയും കാലം എന്തേ നമ്മളൊരു കാര്യങ്ങൾ മനസ്സിലാക്കിയേ, തെറ്റ് മനസ്സിലാക്കിയ ആ തെറ്റ് നിങ്ങൾ എന്തിനാ ഇത്രയും ആൾക്കാർക്ക് കുഴപ്പമില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്തിനാ? നമ്മള് നമ്മുടെ കൂടെ ഒരു ഈ കേരളത്തിലല്ല, കേരളത്തിന്റെ പുറത്ത് ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ സംഘടനയിൽ വിശ്വസിച്ച് ഗുരുനാഥനെ വിശ്വസിച്ച് കൂടെ വിശ്വസിച്ചോട്ടെ. നിങ്ങളെ വേറെ ആരും പറയുന്നില്ലല്ലോ ഗുരുവിനെ കുറിച്ച്. നമുക്കിട്ട് പറയാൻ വന്നപ്പോഴാണ് നമ്മൾ തിരിച്ചു പറഞ്ഞത്. മനസ്സിലായില്ലേ? SNDPയുടെ ആളുകള് നമ്മുടെ അമ്പലത്തിലേക്ക് പ്രകടനവും മാർച്ചൊക്കെ നടത്തിയത് നിങ്ങൾക്കറിയാവോ? അറിയാം. മനസ്സിലായില്ലേ? അപ്പൊ അത് നടത്തിയപ്പോ നമുക്ക് തിരിച്ചു പറയേണ്ടി വരും. എത്ര വർഷമായി? 2023 നടത്തിയല്ലേ? പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയും. അല്ല, അത് 2023 പറയണത് അത് കോടതിയിൽ വരെ തെളിയിക്കാൻ നമ്മൾ തയ്യാറാണ്. കോടതിയിൽ കേസുണ്ട്. ഞങ്ങൾ കാര്യങ്ങൾ ശരിയാണെന്ന് ഞങ്ങൾക്ക് കോടതിയിൽ ബോധിപ്പിക്കാനുള്ള തെളിവുകൾ ഞങ്ങളുടെ ഭാഗത്തുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. പണ്ട് പോയത് നമുക്ക് അറിയാലോ, കോടതി ജയിച്ചല്ലേ? ഏത് കോടതി ജയിച്ചു? ആയിക്കോട്ടെ, നിങ്ങൾ ജയിച്ചോ? ജയിച്ചിട്ടുള്ളത് ഗുരുദേവൻ ദൈവമല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കോടതി പറഞ്ഞു. മനസ്സിലായില്ലേ? അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ വിധി കണ്ടിട്ടില്ലേ? അപ്പൊ ഈ ശിവനും നിങ്ങൾ പറയണ നിങ്ങളുടെ ദൈവം ആരാണ്? നമ്മുടെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരമംഗലത്തപ്പനും 26 ദേവതകളും. മരിച്ച മനുഷ്യനെ ദൈവമായിട്ട് ആരാധിക്കാൻ നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ പിന്നെ അത് പഠിപ്പിച്ചു തന്നു. മനസ്സിലായി? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പേരമംഗലത്തപ്പൻ എങ്ങനെയാ ജീവനോടുണ്ടോ? പേരമംഗലത്തപ്പൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്ത നിങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രാചാരങ്ങൾ, പ്രതിഷ്ഠ എന്താണ്, അവിടെ പ്രാർത്ഥിച്ചാൽ ഏത് രീതിയിൽ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ വന്ന് തൊഴുക. അല്ല, ഞാൻ നമ്മൾ ഈ കാണുന്ന സ്വാമിയും ഇവരും ഒക്കെ ജീവനോടെ ഉണ്ടോന്ന് ചോദിക്കുന്നത്. എല്ലാവരും ദൈവങ്ങളും എന്താണ്? ഈ ബാക്കിയുള്ള ദൈവങ്ങളൊക്കെ ജീവനോടെ ഉണ്ടോ? ഏത് ദൈവങ്ങളാണ് നിങ്ങൾ ആലോചിക്കണത് പറയണത്? അല്ല, ഈ അയ്യപ്പനുണ്ട്, ശിവനുണ്ട്, നമ്മളെ ഈ പ്രതിഷ്ഠകളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ഗുരുനാഥൻ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അല്ല, ഒരു ഈ പരിമല തിരുമേനിനെ തൊഴാൻ പോകണ്ട ഇവിടുന്ന് ഓർത്തഡോക്സുകാര്. അതിനെ കുറിച്ചും കൂടി പറയും. പുള്ളി മരിച്ചു പോയില്ലേ? പുള്ളി ശിവഗിരി വെച്ചേക്കണ പോലെ. ആർക്കൊക്കെ എതിരെ പറയണം, ആർക്കൊക്കെ പറയണ്ട, അത് തീരുമാനിക്കണം ഞങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത് ഉത്തരവില്ലാതെ സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? വ്യക്തി സ്വാതന്ത്ര്യത്തെ കയറി ചോദ്യം ചെയ്യാൻ ആരും വരണ്ട. ഉണ്ടോ ഗുരുവിനെ കുറിച്ച് പറഞ്ഞത്? ഗുരുവിന്റെ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഗുരുനാഥൻ പറയണതിന് നിങ്ങൾ കൗണ്ടർ ചെയ്യാനും നിങ്ങൾ വേറെ രീതിയിൽ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കണം എന്നപ്പോൾ ഞങ്ങൾ കൗണ്ടർ ചെയ്യും. ശിഷ്യന്മാരുണ്ട്, ശിഷ്യകളുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾക്കുണ്ടോ ഈ മഠത്തിന്റെ അത്രയും SNDP അത്രയും അണികൾ നിങ്ങൾക്കുണ്ടോ? അതൊക്കെ അണികള് ഒരാളിന്നല്ലേ 1 ലക്ഷം ആവണമെന്നെ മാഷേ. നിങ്ങൾക്ക് വരും ഭാവിയിൽ കാണാം ഇതിന്റെ ആളുകൾ പിന്നിൽ എത്ര ആളുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാം. ഞാൻ ഇതുപോലെ കണ്ടതല്ലേ. ആയിക്കോട്ടെ. ഞങ്ങൾ പേരമംഗലത്തപ്പനെ കുറിച്ച് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? നമുക്ക് കാണാനേ വരുന്ന ആളുകളിൽ ഞങ്ങൾക്ക് പേരമംഗലത്തപ്പനെ കുറിച്ച് യൂട്യൂബിൽ പറഞ്ഞതിന് കുഴപ്പമുണ്ടോ? നിങ്ങൾ പറഞ്ഞോന്നേ, നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇന്ത്യൻ തെറ്റ് കണ്ടാൽ നമ്മൾ പറയും. ഇതൊക്കെ എത്ര നിങ്ങൾ ഇതിനെ കുറിച്ച് പഠിക്കാണ്ട് നിങ്ങൾ ഇതിനെ കുറിച്ച് പറയണ്ടേ? നിങ്ങൾ ആദ്യം തന്നെ ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് നിങ്ങൾ സംസാരിക്കും. ശരിട്ടോ? നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ? നിങ്ങൾ ഞങ്ങളുടെ കാര്യം തന്നെ നോക്കണം. ഞങ്ങളുടെ ക്ഷേത്രവും ഞങ്ങളുടെ ഗുരുനാഥൻ പറയുന്ന കാര്യങ്ങളും ഞങ്ങൾ നോക്കണു. അവിടേക്ക് ഇട്ട് ചൊറിയാൻ വന്നാൽ ഇത്രയും കാലം പുള്ളി പിന്നെ ഗുരുവിന്റെ ഫോട്ടോ വെച്ചോണ്ടായിരുന്നല്ലോ. സംഘടനകളിൽ ആരും അതിന് കൂട്ടു നിൽക്കില്ല. മനസ്സിലായില്ലേ? അതല്ല, നിങ്ങളുടെ സപ്പോർട്ട് ആർക്ക് വേണം? ഇന്നാള് വരെ നിങ്ങൾ ഗുരുവിന്റെ ഫോട്ടോ വെച്ചിട്ടാണല്ലോ നിങ്ങളുടെ ഗുരുനാഥൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പുറകിൽ വീഡിയോ കാണുന്നല്ലോ. നിങ്ങളുടെ സംഘടനയുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ട. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് അറിയാം നിങ്ങളുടെ സംഘടനയോട് പ്രവർത്തിക്കാൻ. പറയുന്ന ഇന്ത്യൻ ഭരണഘടന പറയുന്ന രീതിയിലാണ് ഞങ്ങളുടെ സംഘടനയും ക്ഷേത്രവും ഗുരുനാഥനും പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ പ്രവർത്തിക്കുമ്പോ ചൊറിയാൻ വരണ്ടാന്ന്. ചൊറിയാൻ വന്നാൽ തിരിച്ചു ചൊറിയാൻ ഞങ്ങൾ ആൾക്കാരുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഇതിന്റെ പുറകിലുണ്ട്. മനസ്സിലായോ? ഞങ്ങള് കോടിയുണ്ട്. കോടി ഉണ്ടെങ്കിൽ കോടി നമുക്ക് കാണാലോ. 1000 ആണോ കോടിയാണോ വലുത് നമുക്ക് കാണാം. ആയിക്കോട്ടെ. നമ്മുടെ പേരെന്താ? എന്റെ പേര് റസു. റസു ആയാലും ശരി, ആരായാലും ശരി. ഓക്കെ. ആരറിഞ്ഞോ എന്റെ സങ്കടങ്ങൾ, ആരറിഞ്ഞോ എന്റെ സങ്കടങ്ങൾ, കൂടോത്രക്കാരൻ കുതന്ത്രക്കാരൻ
അന്ധവിശ്വാസം പരത്തുന്നവൻ. കേട്ടു കേട്ടു മനം നൊന്തു നീറിടവേ കൂട്ടരെ നിങ്ങളിതറിഞ്ഞിടണം. കൂട്ടരെ നിങ്ങളിതറിഞ്ഞിടണം. ആരറിഞ്ഞു എൻ്റെ സങ്കടങ്ങൾ, ആരറിഞ്ഞു എൻ്റെ സങ്കടങ്ങൾ. കൂടോത്രക്കാരൻ കുതന്ത്രക്കാരൻ അന്ധവിശ്വാസം പരത്തുന്നവൻ. കേട്ടു കേട്ടു മനം നൊന്തു നീറിടവേ കൂട്ടരെ നിങ്ങളിതറിഞ്ഞിടണം. മനസ്സിന്റെ വിങ്ങൽ ദോഷമായെത്തവേ ചൊല്ലീവൻ മഹാകോടിയെന്ന്. ജോലിയെടുത്തു തളർന്നു വീണിട്ടും ജീവിതമൊരു ഗതി പിടിച്ചതില്ല. മനസ്സിന്റെ വിങ്ങൽ ദോഷമായെത്തവേ ചൊല്ലീവൻ മഹാകോപിയെന്ന്. ജോലിയെടുത്തു തളർന്നു വീണിട്ടും ജീവിതമൊരു ഗതി പിടിച്ചതില്ല. അറിഞ്ഞു എൻ്റെ സങ്കടങ്ങൾ, ആരറിഞ്ഞു എൻ്റെ സങ്കടങ്ങൾ. കൂടോത്രക്കാരൻ കുതന്ത്രക്കാരൻ അന്ധവിശ്വാസം പരത്തുന്നവൻ. കേട്ടു കേട്ടു മനം നൊന്തു നീറിടവേ കൂട്ടരെ നിങ്ങളിതറിഞ്ഞിടണം. കൂട്ടരെ നിങ്ങളിതറിഞ്ഞിടണം. കൗമാരങ്ങൾ കലഹങ്ങൾ കേട്ടു വളർന്നോരു നാളുകൾ തന്നെയല്ലോ. വിജയങ്ങൾ തേടി പല വഴി അലഞ്ഞിട്ടും നേർവഴി കാണുവാൻ വൈകിയല്ലോ. കൗമാരങ്ങൾ കലഹങ്ങൾ കേട്ടു വളർന്നോരു നാളുകൾ തന്നെയല്ലോ. വിജയങ്ങൾ തേടി പല വഴി അലഞ്ഞിട്ടും നേർവഴി കാണുവാൻ വൈകിയല്ലോ. ആരറിഞ്ഞു എൻ്റെ സങ്കടങ്ങൾ, ആരറിഞ്ഞു എൻ്റെ സങ്കടങ്ങൾ. കൂടോത്രക്കാരൻ കുതന്ത്രക്കാരൻ അന്ധവിശ്വാസം പരത്തുന്നവൻ. കേട്ടു കേട്ടു മനം നൊന്തു നീറിടവേ കൂട്ടരെ നിങ്ങളിതറിഞ്ഞിടണം. കൂട്ടരെ നിങ്ങളിതറിഞ്ഞിടണം. ജീവിതം പോകുന്നവരെ നേരറിയാൻ നമ്മെ കളഞ്ഞിടുന്നു. ആചാരമെന്നു ചൊല്ലി വളർത്തുന്നു അടിമയായുള്ളൊരു ജീവിതങ്ങൾ. ജീവിച്ചു പോകുന്നവർ നേരറിയാൻ നമ്മെ കളഞ്ഞിടുന്നു. ആചാരമെന്നു ചൊല്ലി വളർത്തുന്നു അടിമയായുള്ളൊരു ജീവിതങ്ങൾ. അറിഞ്ഞു എൻ്റെ സങ്കടങ്ങൾ, ആരറിഞ്ഞു എൻ്റെ സങ്കടങ്ങൾ.
പഠിപ്പിച്ച പാഠങ്ങളെല്ലാം ഈശ്വര ഭക്തിയാൽ തന്നെ പഠിച്ചെടുക്കും ചെയ്തു വിജയങ്ങൾ കൊയ്തു നേർവഴി കാട്ടുവാനെത്തിയപ്പോ ഇല്ലാ കഥകൾ ചൊല്ലി വിഷവരൻ നടത്തിയ ദൈവം പാഠങ്ങളെല്ലാം ഈശ്വര ഭക്തിയാൽ തന്നെ പഠിച്ചെടുക്കും ചെയ്തു വിജയങ്ങൾ കൊയ്തു വളർത്തിയ ദൈവം പടസമല്ലോ എന്റെ സങ്കടങ്ങൾ ആരറിഞ്ഞു എന്റെ സങ്കടങ്ങൾ കൂടാരക്കാരൻ തുറന്നകാരൻ അന്ധവിശ്വാസം പരത്തുന്നവൻ പൂവനം തന്തുറി വീടവേ കൂട്ടരെ നിന്നറിഞ്ഞിടണം കൂട്ടരെ നിന്നറിഞ്ഞിടണം ആത്മജ്ഞാനികളായ മഹർഷിമാർ പങ്കെടുത്തുള്ളൊരു ചാത്രമെല്ലാം ഈശ്വര ശക്തികൾ ഏതുമേ ശരിയല്ല എന്നു ചൊല്ലി ആത്മജ്ഞാനികളായ മഹർഷിമാർ പങ്കെടുത്തുള്ളൊരു ചാത്രമെല്ലാം ശക്തികൾ ഈശ്വര ശക്തികൾ
ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മഞ്ഞക്കിളികൾക്കും സമർപ്പിച്ചിരിക്കുന്നു. മുടക്കി ഭഗവാൻ